നട്ടലുണ്ടോ ഷാജി? നട്ടല് വളയാതെ നിന്ന് പറയാനുള്ള ചങ്കുറപ്പും വേണം. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം അത് കഴിഞ്ഞ് വന്ന് ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടതുപക്ഷമാണ് VMCയിൽ ഒപ്പിട്ടിട്ടുള്ളതെന്ന്. പച്ചക്കള്ളം. നട്ടല് വളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. RSSൻ്റെ കോണം താങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതിന് മുസ്ലിം ലീഗ് ജനങ്ങളെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിപ്പോയത് ഈ RSSൻ്റെ ഇതിൽ അടിയറവ് പറയാനാണോ? ഇതിൽ ഒപ്പ് വെച്ചു എന്ന് പറഞ്ഞത് ഇടതുപക്ഷം ഒപ്പ് വെച്ചു എന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷം ഒപ്പ് വെച്ചിട്ടില്ല. ശിവൻകുട്ടി നട്ടലിൽ നിവർന്ന് നിന്ന് സംസാരിക്കും. കൃത്യമായി പറയണതാ. ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ പച്ചക്കള്ളം മാത്രം പറയാം. ഒരു മന്ത്രിയല്ലേ, ആ ഒരു പരിഗണന ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പച്ചക്ക് തന്നെ ആളുകൾ പറയും. നുണ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അന്നാന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. ഓരോ പ്രാവശ്യം നുണകൾ പറയും. എന്നിട്ട് അതിൻ്റെ ചുറ്റുപുറ കുറേ തൊപ്പി എന്ന് ഒക്കെ ഇട്ടിട്ടുള്ള കുറേ കാരണന്മാരും നാണോ മാനോ ഉസുറും പുളിയില്ലാത്ത ഓരോ വർഗമായി പോലെ ജനാധിപത്യം ആയതുകൊണ്ടാണ്. എന്താ ചെയ്യുക? സൈക്കിളില്ലാന്ന് വൃത്തിയില്ല എന്നുള്ളൊരു ധാരണയാണ്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഓം പറഞ്ഞതും അതുപോലെ തന്നെ ശിവൻകുട്ടി നട്ടല് നിവർത്തി പറഞ്ഞതും ഇത് തെളിവുകളാണ്. ഓക്കെ, ഞങ്ങളെടുത്ത നിലപാടുകളിൽ നിന്ന് മാറ്റി പറയേണ്ട കാര്യം ഒരു സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. PMC ഞങ്ങൾ എടുക്കുമ്പോൾ ഹലാലാവുക, ഇടതുപക്ഷം എടുക്കുമ്പോൾ ഹറാമാവേണ്ട കാര്യമൊന്നുമില്ല. അതിനെ എതിർത്തിരുന്ന എല്ലാ ന്യായവാദങ്ങളും ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷം ഒപ്പുവെച്ച അല്ലെങ്കിൽ അന്നറിയാലോ ഒരു MP അതിൻ്റെ പണം സ്വീകരിച്ചിട്ടുള്ള കരാർ നടപടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇത് വ്യക്തമാക്കി. അതെങ്ങനെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ വാദം പൊളിയുന്നു. കേന്ദ്രം അനുവദിച്ച 99 കോടി രൂപ PMC ഫണ്ടല്ല എന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചു. PMCയിൽ കേരളം നിലപാട് അറിയിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ PMCയിൽ ഫണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നിരിക്കെ എന്തിനാകും മുൻ സർക്കാരിനെ പഴിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ UDF ഇപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുന്നത്? ശ്രീ വി സുരേന്ദ്രൻ, ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും UDFിലെ മന്ത്രിമാരും UDFും പറയുന്നത് PMC പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നുള്ളതാണ്. അത് പച്ച നുണയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളം ഇതുവരെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മിനിമം അത്തരം കാര്യങ്ങളെങ്കിലും മന്ത്രിയും ബന്ധപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് PMCയുടെ പേരിൽ വാങ്ങിയിട്ടില്ല. PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ എഗ്രിമെൻ്റ് വയ്ക്കേണ്ടതായിട്ടുണ്ട്. 1, ഒരു ധാരണാപത്രം ഒപ്പിടൽ. 2, യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കണം. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. 3ാമത്തെ കാര്യം, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന ഒരു ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് 265 അവർ നിജപ്പെടുത്തിയിട്ടുള്ളത്. ആ പട്ടിക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടേയില്ല. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യഘട്ടത്തിന് ശേഷം ചില CPI ആയിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കേന്ദ്ര മന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി മുഖാന്തരം രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി, നേരത്തെ പറഞ്ഞ പോലെ 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്.